ഈ ചൂടുകാലത്ത് മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ തണുപ്പിക്കാൻ പറ്റുന്ന ഒരു ജ്യൂസ് റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇതാണ് പൊട്ടുവെള്ളരി അല്ലെങ്കിൽ കക്കിരി. ഞങ്ങൾ കൊടുങ്ങല്ലൂർക്കാർക്ക് സ്പെഷ്യലായിട്ടുള്ള ഒരു സാധനം കൂടിയാണിത്. ഇത് പാകമാകുമ്പോൾ തനിയെ പൊട്ടുന്നതുകൊണ്ടായിരിക്കണം ഇതിന് പൊട്ടുവെള്ളരി എന്ന പേര് വന്നത്. ഈ ചൂടുകാലത്ത് നമ്മുടെ ബോഡിയെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഈ ഒരു ഡ്രിങ്ക്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നതും കൂടി നമുക്കൊന്ന് നോക്കാം. ഇത് നമുക്ക് വാങ്ങിക്കുമ്പോൾ നമുക്ക് പാളയിലൊക്കെ ആയിരിക്കും കിട്ടുന്നത് കേട്ടോ. പാടത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ അല്ലാതെയും നമുക്ക് കിട്ടും. അങ്ങനെ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം അതെടുത്ത് വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കുരുക്കളുണ്ടാവും. ഇതിലിവിടെ ചോറെന്നാണ് അതിൻ്റെ പറയുക. ഈ ചോറ് തനിയെ കഴിക്കുന്നവരും ഉണ്ട്, അതുപോലെ തന്നെ ഇതിൽ മിക്സ് ചെയ്ത് കഴിക്കുന്നവരും ഉണ്ട്, മധുരം ഇട്ട് വെറുതെ കഴിക്കുന്നവരുമുണ്ട്. ഞാൻ ഈ ചോറ് ഇവിടെ എടുക്കുന്നില്ല. നമുക്കതിൻ്റെ ചോറ് മുഴുവനും മാറ്റിയിട്ട് ഇത് മുഴുവൻ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ചെറിയൊരു പൊട്ടുവെള്ളരിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് കയ്യിൽ വെച്ചോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉടച്ചെടുക്കാം. കൈ വെച്ച് ഉടച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള നാളികേരപ്പീരയും പിന്നെ നമ്മുടെ മധുരം അനുസരിച്ച് ശർക്കരയും എടുക്കുന്നുണ്ട്. 3 ഏലക്കായും എടുത്ത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇത് ഒരുമിച്ചിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ തന്നെ അതിൽ നിന്ന് വെള്ളം ഇറങ്ങിയിരുന്നത് നമുക്ക് കാണാം. നന്നായിട്ട് കൈ വെച്ച് ഉടച്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ വെള്ളം നല്ലോണം ഇറങ്ങി വരുന്നത് കാണാം. അപ്പോൾ തന്നെ നമ്മുടെ ജ്യൂസർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് കൂടിയാണ് കക്കിരി ജ്യൂസ്.